സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ PM A സലാം. ആദ്യം ലീഗ് വിരുദ്ധർ ലോക്സഭയിൽ തോൽപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. മുസ്ലിം ലീഗ് എന്താണെന്ന് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാകും. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈസി വാക്ക് ഓവർ ആയിരിക്കുമെന്നും PM A സലാം പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു പിന്നെ ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് കാണാം. അത് പറഞ്ഞ് ഇപ്പോൾ ഈ പാട്ടുത്സവം നടന്നു, ഇനിയിപ്പോൾ നിയമസഭയിൽ കാണാൻ നിങ്ങൾ പറഞ്ഞോ? നിങ്ങളെ സന്തോഷത്തിൽ നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചോ. മുസ്ലിം ലീഗിന് അതൊന്നും ബാധകമല്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്നുള്ളത് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും ഇപ്പൊ തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്താ സംശയം? ഫൈനലി ഇത്തവണ എങ്ങനെയാണെങ്കിൽ ഈസി വാക്ക് ഓവർ ആയിരിക്കും. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് പിന്നാലെയാണോ സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് മുസ്ലിം ലീഗ് നേതാവ് PM A സലാം മറുപടി നൽകുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും വലിയ ഒരു വിജയം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലും സംസ്ഥാനത്തുടനീളവും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിജയം തന്നെയാണ്. ഈ വിജയത്തിന്റെ ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ PM A സലാം സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ പരോക്ഷമായിട്ടുള്ള ഒരു മുന്നറിയിപ്പുമായി അല്ലെങ്കിൽ അവർക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും തോൽപ്പിക്കാൻ, പരാജയപ്പെടുത്താൻ ചിലരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും വിലപ്പോയില്ല എന്നുള്ളതും മുസ്ലിം ലീഗ് എന്താണ് എന്ന് കൃത്യമായി കാണിച്ചു തരുന്നതുമായി ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടം കൊണ്ട് തീരുന്നില്ല. വരും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈസി വാക്ക് ഓവറിലേക്ക് കാര്യങ്ങൾ പോകും. അത്തരത്തിൽ ഉള്ള ഒരു മുന്നേറ്റമായിരിക്കും ലീഗിനും UDF-നും ഉണ്ടാവുക എന്നുള്ളതാണ്. ആരൊക്കെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും ആ ലീഗിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് ഇപ്പോൾ വന്നത് എന്നാണ് മുസ്ലിം ലീഗിലെ സമസ്തയിലെ ലീഗിനെതിരെ നിൽക്കുന്ന വിഭാഗത്തിനെതിരെ ഇപ്പോൾ PM A സലാം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വർഗീയതയ്ക്കെതിരെയും വെള്ളാപ്പള്ളി പിണറായി കൂട്ടുകെട്ടിനെതിരെയുമുള്ള ഒരു ജനരോഷം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അത്തരത്തിലുള്ള ഒരു വമ്പൻ തെരഞ്ഞെടുപ്പ് വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ ആർക്കെങ്കിലും പരാജയപ്പെടുത്താൻ തോന്നുന്നുണ്ടെങ്കിൽ അക്കാര്യം ഒട്ടും വിലപ്പോകില്ല എന്നുള്ളത് കൂടി PM A സലാം പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പൊന്മുണ്ടത്തെ പ്രശ്നമാണ്. നമുക്കറിയാവുന്നതുപോലെ പൊന്മുണ്ടത്ത് കോൺഗ്രസും CPM-ഉം ചേർന്ന് ഒരു ജനകീയ മുന്നണി ഉണ്ടാക്കുകയും അവിടെ ലീഗിന് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം ഗൗരവമായി പരിഗണിക്കുന്നു എന്നുള്ളതാണ് PM A സലാം പറയുന്നത്. ഇതിൽ വലിയ പ്രതിഷേധം മുസ്ലിം ലീഗിനുണ്ട്. ഇക്കാര്യം മുന്നണിയിൽ അറിയിക്കുകയും നിലവിൽ അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള നടപടികൾ ആവശ്യപ്പെടുമെന്നുള്ള കാര്യം കൂടി PM A സലാം പറഞ്ഞു വെക്കുന്നുണ്ട്. ദിവ്യ, എന്തായാലും സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാമിന്റെ മുന്നറിയിപ്പ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈസി വാക്ക് ഓവർ ആയിരിക്കുമെന്നാണ് PM A സലാമിന്റെ പ്രതികരണം. ജംഷീർ കുടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.